ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. 35 തൊടി. പ്രിയരെ, ശിവഗിരിക്കടുത്തുള്ള തച്ചൻകോണം എന്ന സ്ഥലത്തെ വിളയിൽ വീട്ടിൽ പപ്പുമേസ്ത്രി നല്ലൊരു ഗുരുഭക്തനായിരുന്നു. ഗുരുദേവൻ പപ്പുമേസ്ത്രിയെ നെല്ലിക്കോടൻ എന്നാണ് വിളിച്ചിരുന്നത്. ഒരിക്കൽ നെല്ലിക്കോടൻ തന്റെ വിളയിൽ വീട്ടുപറമ്പിൽ ഒരു കിണർ വെട്ടിയുണ്ടാക്കുവാൻ തീരുമാനിച്ചു. അറിയപ്പെടുന്ന ഒരു തച്ചുശാസ്ത്ര വിദഗ്ധനെ വരുത്തി കിണറിനുള്ള സ്ഥാനവും നിർണയിച്ചു. അതിനുശേഷം 2 ആഴ്ച കൊണ്ട് 70 തൊടി വരെ കുഴിപ്പിച്ചു. പക്ഷേ വെള്ളത്തിന്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല. അതോടെ ആ കിണർ ഉപേക്ഷിക്കേണ്ടതായി വന്നു. കുറച്ചുകാലം കഴിഞ്ഞ് മേസ്ത്രി വീണ്ടും ഒരു തച്ചുശാസ്ത്ര വിദഗ്ധനെ വരുത്തി അദ്ദേഹം രണ്ടാമതൊരു കിണർ കുഴിക്കുന്നതിനുള്ള സ്ഥാനം കണ്ടെത്തി. അവിടെയും കുഴിച്ചു 70 തൊടിയെത്തിയിട്ടും വെള്ളം കിട്ടുന്നതിന്റെ യാതൊരു സൂചനയും കാണുകയുണ്ടായില്ല. വീണ്ടും കുഴിച്ചു നോക്കുന്നത് ഒരു പാഴ്വേലയാകുമെന്ന് കണ്ട് മേസ്ത്രി ആ രണ്ടാമത്തെ കിണർ നിർമ്മാണവും ഉപേക്ഷിച്ചു. അതോടെ വലിയ ധനനഷ്ടവും മനക്ലേശവും അദ്ദേഹത്തിനുണ്ടായി. ആയിടക്ക് ഒരു ദിവസം പപ്പുമേസ്ത്രി ശിവഗിരിയിലെത്തി ഗുരുദേവനെ കണ്ട് നമസ്കരിച്ചു. ഗുരുദേവൻ: ആര്? നെല്ലിക്കോടനോ? പപ്പുമേസ്ത്രി: അതേ സ്വാമി. ഗുരുദേവൻ: എന്താണ് മുഖത്തൊരു വിഷാദം? പപ്പുമേസ്ത്രി: അടുത്ത കാലത്ത് വലിയൊരു വിഷമമുണ്ടായി. ഗുരുദേവൻ: വിഷമത്തിന് കാരണമെന്ത്? അപ്പോൾ മേസ്ത്രി പറമ്പിൽ 2 കിണർ കുഴിപ്പിച്ചതും ഒടുവിൽ വെള്ളം കാണാതെ അത് ഉപേക്ഷിച്ചതുമായ കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഒരു കിണർ കുഴിക്കുന്നതിനായി ഒരു സ്ഥാനം നിർണയിച്ചു നൽകണമെന്ന് മേസ്ത്രി സങ്കടത്തോടെ അപേക്ഷിച്ചു. അങ്ങനെ ഒരു ദിവസം ഗുരുദേവൻ തച്ചൻകോണത്തുള്ള വിളയിൽ വീട്ടിലെത്തി. അവിടെ ഉപേക്ഷിക്കപ്പെടുകയുണ്ടായ 2 കിണറുകളുടെയും സ്ഥാനം നോക്കിയിട്ട് ആ പറമ്പിൽ ഗുരുദേവൻ കുറച്ചുനേരം ചുറ്റി നടന്നു. കിണറിനുള്ള സ്ഥാനം കണ്ടെത്തുന്നത് കാണുവാൻ എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ ഗുരുദേവൻ സ്ഥാനമൊന്നും നിർണയിച്ചു പറയാതെ മടങ്ങുവാൻ ഭാവിച്ചു. അത് കണ്ടിട്ട് പപ്പുമേസ്ത്രി വളരെ വിഷണ്ണനായി നിന്നു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു: 6 മാസം കഴിയുന്ന ദിവസം നോക്കി നെല്ലിക്കോടൻ നമ്മെ അറിയിക്കണം. അന്ന് നമുക്ക് സ്ഥാനം കാണാം. പപ്പുമേസ്ത്രി അന്നു മുതൽ ദിവസങ്ങൾ ഓരോന്നും എണ്ണി കഴിഞ്ഞു. ഒടുവിൽ 6 മാസം തികയുന്ന ദിവസമെത്തി. അതിനടുത്ത ദിവസം മേസ്ത്രി ശിവഗിരിയിൽ ചെന്ന് ഗുരുദേവനെ കണ്ട് കിണറിന്റെ സ്ഥാനനിർണയ കാര്യം ഓർമ്മിപ്പിച്ചു. അന്നു തന്നെ ഗുരുദേവൻ വിളയിൽ പറമ്പിലെത്തി ഒന്ന് ചുറ്റി നടന്ന ശേഷം ഒരു സ്ഥാനം കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു കുറ്റി നാട്ടുവാൻ കൽപ്പിച്ചു. ഉടനെ പപ്പുമേസ്ത്രി അപ്രകാരം ചെയ്തു. 35 തൊടിയിലധികം കുഴിക്കരുത് എന്ന് ആജ്ഞാപിച്ച ശേഷം ഗുരുദേവൻ മടങ്ങിപ്പോയി. പിറ്റേന്ന് തന്നെ കിണർ കുഴിപ്പ് ആരംഭിച്ചു. ഒരാഴ്ചയായപ്പോൾ 35 തൊടിയായി. പക്ഷേ ചെറിയ തോതിൽ ഈർപ്പം ഉണ്ടായി കണ്ടതല്ലാതെ വെള്ളം കിട്ടുകയുണ്ടായില്ല. ഗുരുദേവൻ നിർണയിച്ച സ്ഥാനമാകിയാൽ മേസ്ത്രി കുറെ കൂടി കുഴിച്ചു നോക്കുവാൻ കുഴിപ്പുകാരോട് നിർദ്ദേശിച്ചു. ഒടുവിൽ അത് 70 തൊടി വരെ എത്തി. എന്നിട്ടും വെള്ളം കിട്ടിയില്ല. പപ്പുമേസ്ത്രിക്കും കുടുംബത്തിനും കടുത്ത നിരാശയായി. ഇനി എന്ത് വേണമെന്ന് യാതൊരു നിശ്ചയവുമില്ലാതിരുന്ന മേസ്ത്രി വീണ്ടും ശിവഗിരിയിലെത്തി. ഗുരുദേവൻ: എത്ര തൊടി കുഴിച്ചു? പപ്പുമേസ്ത്രി: 35 തൊടിയിലെത്തിയിട്ടും വെള്ളം കണ്ടില്ല. ഗുരുദേവൻ: എന്നിട്ട് പിന്നെയും കുഴിച്ചോ? പപ്പുമേസ്ത്രി: വെള്ളം കിട്ടുമെന്ന് വിചാരിച്ചു പിന്നെയും കുഴിച്ചു. ഗുരുദേവൻ: ഇപ്പോൾ എത്ര തൊടിയായി? പപ്പുമേസ്ത്രി: 70 തൊടി വരെ എത്തി. ഗുരുദേവൻ: 35 തൊടിയിലധികം കുഴിക്കരുതെന്ന് നാം പറഞ്ഞതാണല്ലോ, പിന്നെ എന്തിന് കൂടുതൽ കുഴിച്ചു? മേസ്ത്രി ഒന്നും മിണ്ടാതെ നിന്നു. കുറച്ചുനേരം കഴിഞ്ഞ് ഗുരുദേവന്റെ കൽപ്പന ലംഘിച്ചത് പരിഹാരമില്ലാത്ത തെറ്റായിപ്പോയെന്ന് ചിന്തിച്ചുകൊണ്ട് വലിയ വിഷമത്തോടെ വീട്ടിലെത്തി. പിറ്റേന്ന് പുലർച്ചെയായപ്പോൾ കിണറ്റിനുള്ളിൽ നിന്നും വലിയൊരു മുഴക്കം കേട്ട് മേസ്ത്രി ഉണർന്നു. പപ്പുമേസ്ത്രി ഉടൻ ഓടി കിണറിന്റെ കരയിലെത്തി. അതിനകത്ത് നോക്കിയ അദ്ദേഹം അത്ഭുത സ്തബ്ധനായി നിന്നു. ആ കിണറിന്റെ പകുതിക്ക് വെച്ച് ഒരു വലിയ ഓവിൽ നിന്നെന്ന പോലെ വെള്ളം അതിശക്തിയായി അപ്പോൾ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉച്ചത്തിലുള്ള വിളികേട്ട് വീട്ടുകാരും അയൽക്കാരുമൊക്കെ ഓടിയെത്തി കിണറ്റിലേക്ക് നോക്കി. അപ്പോഴേക്കും വെള്ളം കിണറിന്റെ പകുതിയോളം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് കിണർ താഴേക്ക് ഇരുന്നു പോകുമെന്ന് എല്ലാവരും ശങ്കിച്ചു. 35 തൊടിയിലധികം കുഴിക്കരുതെന്ന് ഗുരുദേവന്റെ കൽപ്പനയുണ്ടായിരുന്നതായി മേസ്ത്രി അപ്പോൾ അവിടെ കൂടി നിന്നവരോടെല്ലാം പറഞ്ഞു.
അത് കേട്ടതോടെ എല്ലാവരും ചേർന്ന് കിണറ്റിൽ നിന്നും കുഴിച്ചെടുത്ത മണ്ണ് തന്നെ ഉള്ളിലേക്ക് നീക്കിയിട്ട് ആ കിണറിന്റെ ആഴം 35 തൊടിയാക്കി കുറച്ചു. അതിൽ പിന്നെ പപ്പുമേസ്ത്രിയുടെ ആ കിണറ്റിൽ ഒരു കാലത്തും വെള്ളം ഉണ്ടാകാതിരുന്നിട്ടില്ല. സ്നേഹപൂർവ്വം, രഞ്ജൻ കൈനാടത്ത്.